നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഒരു പാവൽ കൃഷി ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇത് പിന്നെ നമ്മൾ നല്ലോണം ഞാൻ നല്ലോണം കുഴിയെടുക്കും. നല്ലോണം കുഴിയെടുത്തിട്ട് അതിൽ നമ്മുടെ പച്ചക്കറി വേസ്റ്റും വാഴത്തടയും എല്ലാം ഇട്ട് ചാരവും ചാണകവും എല്ലാം അടിവളമായിട്ടങ്ങ് കൊടുക്കും. നമുക്ക് എന്ത് വേണമെങ്കിലും അതിനകത്തില്ല, അഴുകി ചേരുന്ന എന്ത് വേണമെങ്കിലും നമുക്ക് കുഴിയിൽ ഇടാം. പിന്നെ നമുക്ക് കുറേ കഴിഞ്ഞിട്ട് നമുക്ക് വേറെ വളം കൊടുത്താൽ മതി. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് അടുത്ത വളം കൊടുത്താൽ മതി. അതും വലിയ രീതിയിലുള്ള പൈസ ചിലവൊന്നും ഇല്ലാത്ത വളങ്ങൾ നമുക്ക് കൊടുക്കാം. കഞ്ഞിവെള്ളം പുളിപ്പിച്ചതോ പിന്നെ ഇച്ചിരി കപ്പലണ്ടി പിണ്ണാക്ക് വാങ്ങിച്ച് അത് പുളിപ്പിച്ചതോ ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വാഴത്തട നല്ലോണം അരിഞ്ഞെടുത്തതാണിത്. വാഴത്തട അരിഞ്ഞെടുത്തിട്ട് തടത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലൊരു ജൈവവളമാണ് കേട്ടോ. വാഴയുടെ ഏത് സംഭവങ്ങളും നമ്മൾ കുഴിയിലിട്ടാലും നമുക്ക് നല്ല രീതിയിൽ അത് ജൈവവളമായിട്ട് കിട്ടും. പൊട്ടാഷ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൽ, വാഴത്തടയിലും വാഴ ഇലയിലും എല്ലാം. ഞാൻ അത് പോച്ചയൊക്കെയാണ് ചെത്തുവാരി പോച്ച, ചാരമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നമ്മൾ അടിവളമായിട്ടൊക്കെ ചാരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ തൈ കിളിച്ച് വരുമ്പോഴത്തേന് ചാരമൊക്കെ അങ്ങ് കമ്പോസ്റ്റാവും. പച്ചിലകൾ കളകൾ നമുക്ക് മാറി കിട്ടുകയും ചെയ്യും. നല്ല രീതിയിൽ അത് വളമാവുകയും ചെയ്യും. നമ്മുടെ പരിസരം നല്ലോണം വൃത്തിയാവുകയും ചെയ്യും. നമുക്ക് കൃഷി ചെയ്ത് നല്ല എന്ത് വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാനും പറ്റും. അതിൻ്റെ പുറത്ത് ഇച്ചിരി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ചാണകപ്പൊടി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ സൂക്ഷ്മജീവികളെല്ലാം കൂടെ പ്രവർത്തിച്ച് അടിയിലിട്ട് കൊടുത്തേക്കുന്ന എല്ലാം നല്ലോണം വളമാവും. അപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് പറഞ്ഞാൽ കരിയിലെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ആ പൊടിയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം അതെല്ലാം അങ്ങ് മൂടുക. മൂടിയിട്ട് ഞാൻ ഇച്ചിരി ഡോളമൈറ്റ് ഇട്ട് കൊടുക്കും. ഇത് ഡോളമൈറ്റ് ഇട്ട് ഞാൻ നേരത്തെ ഇട്ടിരുന്ന മണ്ണായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കാത്തത്. ഞാൻ തൈ നേരത്തെ മുളപ്പിച്ച് വെച്ചിരുന്ന തൈയാണ്. നമുക്ക് വേണമെങ്കിൽ നേരിട്ടും വിത്ത് തടത്തിലോട്ട് പാകി കൊടുക്കാവുന്നതാണ്. നല്ലോണം അടുപ്പിച്ച് കൊടുക്കുക. ഒരു തടത്തിൽ 3 4 ഒക്കെ തൈ നമുക്ക് വെക്കച്ച് ദൂരെ കൂട്ടി വെക്കണമെന്നേ ഉള്ളൂ. അടുത്ത തൈ എടുത്ത് നടാൻ പോവാണ്. അടുത്ത തൈ എടുത്തു. നമ്മളെപ്പോഴും വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല വിത്ത്, ഹൈബ്രിഡ് വിത്ത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ലോണം പാവൽ പിടിച്ച് കിട്ടും. ഇതിപ്പം താമസിച്ച് പോയി ഞാൻ തൈ നടാൻ. ഇപ്പം കിളിച്ച് നമുക്ക് പന്തലിലോട്ട് കയറ്റാറായ തൈകളാണ്. ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മളിങ്ങനെ അടിവളം ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, മണ്ണ് നല്ലോണം ഇളകി കിടക്കും, കട്ടിയാവത്തില്ല. വേര് നല്ലോണം ഓടാനത് സഹായിക്കും. ഇത് ഞാൻ നേരത്തെ ഒരാഴ്ച നട്ട തൈയാണ്. അതിന് നമ്മൾ ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ് ഞാനത് ചെയ്ത് നട്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വളം കൊടുക്കും. 4 വശവും നല്ലോണം തടം എടുത്തിട്ട് അതിനകത്തോട്ടാണ് വളം ഇട്ട് കൊടുക്കുന്നത്. തടം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഒന്നും വേര് അധികം വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടെ താത്തിയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് കുറേ കഴിയുമ്പോഴത്തേന് വേര് നല്ലോണം വരും. അന്നേരം നമ്മളൊന്ന് ചിക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 4 വശവും ചാണകപ്പൊടി ഇട്ട് കുറച്ച് ദൂരെ കൂട്ടി വേണം എന്ത് വളവും ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ചാണകപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അത് മൂടുക, നല്ലോണം മൂടുക.
ഞാൻ ചെയ്ത റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. നല്ലോണം മൂടിയിട്ട് നമ്മൾ സൂപ്പർ മീൽ എന്നും പറഞ്ഞൊരു അപ്ടെക്കിൻ്റെ സൂപ്പർ മീൽ എന്നും പറഞ്ഞൊരു സംഭവം കൊടുക്കുക. അത് വേപ്പിൻ പിണ്ണാക്ക്, എല്ലാ വളങ്ങളും, ലെതർ മീല്, എല്ലുപൊടി, ഇതെല്ലാം കൂടെ ചേർന്നതാണ്. അന്നേരം അതിൻ്റെ ചെവിട്ട് ഇച്ചിരി അങ്ങോട്ട് മാറ്റി ഒരു പിടി വീതം ഓരോ മൂട്ടിലും ഇട്ട് കൊടുക്കുക. നല്ലൊരു വളമാണ് ഈ സൂപ്പർ മീൽ എന്ന് പറയുന്നത്. ചെടി നല്ലോണം തഴച്ച് വളരാൻ, വേപ്പിൻ പിണ്ണാക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചെടികളിലുണ്ടാകുന്ന കീടാക്രമണങ്ങളെയൊക്കെ ചെറുത്ത് നല്ല രീതിയിൽ വരാനും എല്ലുപൊടി നല്ല പൂ പിടിക്കാനും എല്ലാം സഹായിക്കും. അങ്ങനെ ആ ചവിട്ടിന്ന് ഇച്ചിരി ദൂരം മാറ്റി അത് കുറച്ചൊന്ന് മാന്തിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.